ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒരു ഹങ്കുമ ഹാൻഡിൽ ബാർ സ്വിച്ച് സെറ്റ് ചെയ്യണ വീഡിയോ ഉണ്ട് പൾസറിൻ്റെ. അതിപ്പോൾ നമ്മൾ വേറൊരു ഹങ്കുമ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യണത്. അതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസാണ് ഇപ്പോൾ പറയണത്. നമ്മുടെ ഇപ്പോൾ ഇറങ്ങി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൾസറിൻ്റെ സ്വിച്ചിൽ നിന്ന് വന്ന കണക്ഷനുകളാണ് ആദ്യം പറയണത് കേട്ടോ. ഇതിൽ യെല്ലോ ലൈനുള്ള റെഡ് വയറാണ് ഹെഡ് ലൈറ്റിൻ്റെ, മറ്റേ നമ്മുടെ ഹൈ ബീം. ഇത് വന്നിട്ടുള്ളത് ലോ ബീമാണ്. ഈ റെഡിൽ ബ്ലാക്ക് ഉള്ളത് ലോ ബീമും, ഈ റെഡിൽ യെല്ലോ ഉള്ളത് ഹൈ ബീമും, പിന്നെ അതേപോലെ തന്നെ ഈ യെല്ലോയിൽ ബ്ലൂ ലൈനുള്ളത് ഹെഡ് ലൈറ്റിൻ്റെ മെയിനും, അതുപോലെ തന്നെ ഈ വന്ന ഗ്രേ വയർ ഇൻഡിക്കേറ്ററിൻ്റെ മെയിനാണ്, അതായത് ഫ്ലാഷറിന് വന്നത്. അതുപോലെ തന്നെ ഈ ഗ്രീൻ വന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനും, ഈ ഓറഞ്ച് വന്നത് റൈറ്റ് സൈഡുമാണ്. അതുപോലെ തന്നെ പിന്നെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൗൺ ലൈൻ വന്നത് നമ്മുടെ പാസ് ലൈറ്റിൻ്റെ പോസിറ്റീവ് കണക്ഷനാണ്, അതായത് 12 വോൾട്ട് കൊടുക്കാനുള്ളത്, 12 വോൾട്ട് സപ്ലൈ കൊടുക്കാനുള്ളത്. ഈ പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലാക്കിൽ യെല്ലോ ലൈനുള്ളത് നെഗറ്റീവ് സപ്ലൈ ആണ്, ഗ്രൗണ്ട് കൊടുക്കാനുള്ളത്, വണ്ടിയുടെ ബോഡിയിൽ കൊടുക്കാനുള്ളതും. അതുപോലെ തന്നെ ഈ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളത് ഹോണിൻ്റെ നെഗറ്റീവാണ്, സ്വിച്ചിൽ നിന്ന് ഇറങ്ങി വന്ന കണക്ഷൻ നെഗറ്റീവ് സപ്ലൈ. നമ്മുടെ ഹങ്കിൽ അപേക്ഷിച്ച് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ട് വേണ്ടത് ഗ്രീൻ ലൈനാണ്. നെഗറ്റീവായിട്ട് വേണ്ടത് ഗ്രീൻ ലൈനും, പോസിറ്റീവായിട്ട് വേണ്ടത് ബ്ലാക്ക് വയറുമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്നത് സ്വിച്ചിൻ്റെ അവിടെ കാണിക്കുന്ന ആ ലൈറ്റുകളുടെ പോസിറ്റീവ് വയറും, പിന്നെ ഈ ഇട്ടേക്കണത് നമ്മുടെ ക്ലച്ച് സ്വിച്ചിൻ്റെ, അതായത് വണ്ടി ക്ലച്ച് പിടിക്കുമ്പോൾ കിക്കർ അടിക്കാനും സെൽഫ് അടിക്കാനായിട്ടുള്ള പോയിൻ്റാണ്. അത് പൾസറിന് വരുമ്പോൾ ആ സ്വിച്ച് ഇല്ല, ഹങ്കിന് വരുമ്പോൾ ആ സ്വിച്ച് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ വണ്ടിയുടെ സ്റ്റോക്ക് വയറിങ്ങിൽ നിന്ന് സാധനം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് വെച്ചേക്കണത്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഹങ്കിന്ന് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീനിൽ ഈ കാണുന്ന ഗ്രീൻ വയർ നെഗറ്റീവാണ്, അതായത് ഗ്രൗണ്ട്. അതേപോലെ തന്നെ ഈ ബ്ലാക്കിൽ സ്കൈ ബ്ലൂ ഉള്ളത് ഫോണിൻ്റെ നെഗറ്റീവ്, അതായത് സ്വിച്ചിൽ നിന്ന് ഇറങ്ങിപ്പോണത് നെഗറ്റീവായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ മാറ്റുന്നത്. പിന്നെ ഈ കാണുന്ന ബ്ലാക്ക് വയറാണ് നമ്മുടെ ഹങ്കിൽ വരുമ്പോൾ പോസിറ്റീവ് സപ്ലൈ, 12 വോൾട്ട് സപ്ലൈ, ഈ ബ്ലാക്ക് വയർ. പിന്നെ ഈ കാണുന്നത് ക്ലച്ച് സ്വിച്ചിൻ്റെ പോസിറ്റീവ് ലൈനാണ്, അതായത് എൻജിൻ്റെ അവിടെ നിന്ന് ക്ലച്ചിലോട്ട് വന്ന പോസിറ്റീവ് ലൈൻ. പിന്നെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൂവിൽ വൈറ്റ് ലൈനുള്ളത് ഹെഡ് ലൈറ്റിൻ്റെ മെയിനും, അതേപോലെ തന്നെ ഈ ബ്ലൂ ലൈനുള്ളത് ഹൈ ബീമും, ഈ വൈറ്റ് വരുമ്പോൾ അത് ലോ ബീമാണ്. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവാം, അത് നിങ്ങൾ കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ പിന്നൂരി കണക്ട് ചെയ്താൽ മതി. പിന്നെ ഈ സ്കൈ ബ്ലൂ വന്നത് ലെഫ്റ്റ് സൈഡും, ഈ ഓറഞ്ച് വരുന്നത് റൈറ്റ് സൈഡും, ഈ ഗ്രേ വരുന്നത് ഫ്ലാഷറിൽ നിന്ന് വരുന്ന ഇൻഡിക്കേറ്ററിൻ്റെ മെയിൻ സപ്ലൈമാണ്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും സ്റ്റോക്ക് സ്വിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഈ പിന്നുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തല്ലാണ്ട് നമുക്ക് വയറുകൾ കട്ട് ചെയ്ത് ഇത് നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാം പുതിയ കണക്ടറുകൾ മേടിച്ച് കണക്ട് ഒരു ചെറിയ വയറിംഗ് കിറ്റ് പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടേക്കണതാണ്. നിങ്ങൾ ഈ കളർ കോഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ല. ഇതിപ്പോൾ നമ്മൾ കിട്ടിയ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള വയറുകൾ വെച്ച് കറക്റ്റ് പോയിൻ്റ് നോക്കിയിട്ടാണ് ചെയ്തേക്കണത്. പിന്നെ എന്ന് വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പിന്നുകൾ അങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് വേണം ചെയ്യേണ്ടി വരുമ്പോൾ. കണക്ടറുകൾ നമുക്ക് ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല, ഏതെങ്കിലും ഓൺലൈൻ സ്റ്റോറിൽ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇത് കണക്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ വരുന്ന ഈ ഗ്രീനിലൊരുമാതിരി എന്താണ് ബ്രൗൺ ലൈൻ വരുന്നതിൽ നമ്മൾ ഈ ക്ലച്ച് സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു വയർ കണക്ട് ചെയ്യണം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. ഇതേപോലെ ക്ലച്ചിൽ നിന്ന് വന്ന സ്വിച്ചിൽ നിന്ന് വന്ന വയർ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൽ വരുമ്പോൾ ഞാനിപ്പോൾ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഹങ്കി എന്ന് പറഞ്ഞാൽ ഗ്രീൻ വയർ ഞാനിപ്പോൾ ഒരു ബ്ലൂ ആയിട്ടാണ് കൊടുത്തേക്കണേ. ക്ലച്ചിൽ നിന്ന് വരുന്ന അടുത്ത വയർ ആ ബ്ലൂ ലൈനിൽ കട്ട് ചെയ്ത് ജോയിൻ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഇത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാം പറഞ്ഞ പോലെ തന്നെ 12 വോൾട്ട് മെയിൻ സപ്ലൈ ആണ്. ഈ മെയിൻ സപ്ലൈ എന്ന് വേണം നമ്മൾ ഹോണിലോട്ടുള്ള മെയിൻ സപ്ലൈ എടുക്കാൻ. കാരണം ഹോണിലോട്ട് 12 വോൾട്ട് ഡയറക്റ്റ് സപ്ലൈ ആയിട്ടാണ് ചെല്ലുന്നത്. നമ്മൾ ഈ ഹങ്കിൻ്റെ വരുമ്പോൾ എന്ന് വെച്ചാൽ പോസിറ്റീവ് ലൈനാണ് ഹോണിലോട്ട് നെഗറ്റീവ് സപ്ലൈ ആണ് ഹോണിലോട്ട് സ്വിച്ച് വഴി കണക്റ്റായി പോകുന്നത്. ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. റൈറ്റ് സൈഡ് സ്വിച്ചിൻ്റെ വീഡിയോ നെക്സ്റ്റ് ടൈം ഇടാം.